കഴിഞ്ഞാൽ വലിയ ദൈവങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ ഹില്ലാരിയും വേറൊരാളും കൂടെ ഉണ്ടല്ലോ, പറഞ്ഞേ നോക്കിക്കേ, പണ്ട് പഠിച്ചല്ലേ, ഓർത്ത് നോക്ക്. ഹില്ലാരിയും ടെൻസിങ്ങും അവരിപ്പോ ആളുകളെല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ കേറി പോകുന്നുണ്ട്. വേറെ നമ്മൾ പഴയ കാലത്ത് ചന്ദ്രനെ നോക്കിക്കൊണ്ട് പാടുമായിരുന്നു. എന്താ, അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്, പിന്നെ എന്താ അവിടെ എന്തൊക്കെയോ മാനുണ്ടെന്നാണ്. എന്നിട്ട് പറയാ ഇങ്ങോട്ടൊന്ന് വരാമോന്ന്. പക്ഷേ കുറച്ചു കഴിഞ്ഞാണ് മനുഷ്യൻ ശാസ്ത്രം കണ്ടെത്തി അവസാനം ചന്ദ്രനിൽ ചെന്ന് അവര് പാദങ്ങൾ വെച്ചിട്ട് ആദ്യം അവര് അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരായിരുന്നു ചന്ദ്രനിലേക്ക് പോയത്? കുട്ടികളെന്ന് പറഞ്ഞേ, സ്കൂളിൽ പഠിച്ചാണല്ലോ, എന്തോ പേര് പറഞ്ഞേ, നീൽ ആംസ്ട്രോങ്ങും കോളിൻസും. നിങ്ങൾ വിചാരിച്ചു ഞാനിപ്പോ ചോദിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ കാര്യമൊക്കെ ആയിരിക്കും അല്ലേ? അവരുടെ ചക്രവാളം അവർ വളർത്തിയത്. അവരവിടെ ഇരുന്നെങ്കിൽ വാസ്കോഡി ഗാമ അവിടുത്തെ ഭൂഖണ്ഡത്തിൽ ഇങ്ങോട്ടെത്തുകയില്ലായിരുന്നു. ഹില്ലാരിയും ടെൻസിങ്ങും കട്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതിന്റെ മണ്ണ് കണ്ടെത്താൻ കഴിയത്തില്ല, ചന്ദ്രനെ കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. ഞാനീ പറയുന്ന എന്തൊരു ഡിസ്കവറീസാ, എന്തെല്ലാം കണ്ടെത്തലുകളാ. നമ്മൾ എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയോ? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയോ? സൃഷ്ടിക്കാനുള്ള കഴിവോടുകൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ അരിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കാനുള്ള കഴിവ് ഒത്തിരിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്റ്റീഫൻ ഹോക്കിംഗ്, കൈ ഉയർത്തിക്ക്. പേപ്പറെങ്കിലും വായിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ബൈബിൾ മാത്രമേ വായിക്കുന്നുള്ളൂ. സ്തോത്രം, വളരെ ഭക്തരാണല്ലേ, ചിലർ കൈ ഉയർത്തുന്നുണ്ടല്ലേ. സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ദ ഹിസ്റ്ററി ഓഫ് ടൈം, സമയത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അദ്ദേഹം പറയുന്ന ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിരുന്ന. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഒരു ബലൂണിനകത്ത് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത് വീർത്ത് വരുന്നത് പോലെ, വലുതാകുന്നത് പോലെ പ്രപഞ്ചം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അടുത്ത കാലത്ത് ഒരു വലിയ ടെലസ്കോപ്പ് വെച്ച് പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ, ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്നാണ് അതിന്റെ പേര്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വിദ്യാർത്ഥികൾ ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ? ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും ശക്തമാണുള്ള, ദൂരെ കാണാൻ കഴിയും. അതിനാ പറയുന്നത് ടെലസ്കോപ്പ്, വളരെ ദൂരെയുള്ളത് കാണാൻ കഴിയും. അവര് നോക്കി പ്രപഞ്ചം ഇപ്പൊ എത്രയുണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ? ഈ ആകാശഗംഗ, ഗാലക്സി എന്നാ വിളിക്കുന്നല്ലേ, അത് നമ്മൾ വിചാരിച്ച ആ പടം 1-2 ഇപ്പൊ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഇതുപോലുള്ള നക്ഷത്രജാലങ്ങൾ ഉണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത്. അവരെന്നിട്ട് പ്രപഞ്ചത്തിന്റെ അതിരുകൾ കണ്ടെത്താനായിട്ട് ഭയങ്കര ശ്രമം നടത്തി. നിങ്ങൾക്ക് വായിക്കാൻ കേൾക്കുകയാണെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. അവരവസാനം നോക്കിയപ്പോൾ ഇതിന് അതിരിയില്ല എന്നാണ്. ഇതെവിടെയാ ഇതിന്റെ അവസാനം? കണ്ടിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചാൽ നിങ്ങൾക്ക് വട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അവസാനം ഇത് എവിടെ പോയി എത്തും പാസ്റ്ററെ? നമ്മൾ സ്വർഗത്തിൽ പോകുന്ന കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ അല്ലേ? പക്ഷെ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഇതെല്ലാം ചിന്തിക്കുക. അവർ കണ്ടൊരു കാര്യം എന്താണ്? പ്രപഞ്ചം ഇപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുക, വികസിച്ചുകൊണ്ടിരിക്കുക. എന്റെ ദൈവം സൃഷ്ടിച്ചതെല്ലാം വളരുന്നതാണ്, എന്റെ ദൈവം സൃഷ്ടിച്ചതെല്ലാം വികസിക്കുന്നതാണ്. അതാണ് ഞാൻ കാണുന്നത്. ഞാൻ നോക്കുന്നത് അപ്പോസ്തലനായ പത്രോസിന് ആകപ്പാട് വെള്ളത്തിൽ കൂടി നീന്താനായിട്ട് അറിയാം. അദ്ദേഹത്തിന് വള്ളത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോകാൻ അറിയാം. വെള്ളത്തിൽ കൂടി നടക്കാനായിട്ട് അറിയുമോ? അറിയത്തില്ലായിരുന്നു. ഒരു പുതിയ ചക്രവാളമാണ് യേശു കർത്താവ് അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തത്.